എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ഈ ചിങ്ങം 2024 മുതൽ 2025 ചിങ്ങമാസം വരെയുള്ള നിങ്ങളുടെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് മകയിരം നക്ഷത്രക്കാർക്ക് നമുക്ക് നോക്കാം. Healing, empowerment, steadfastness, sustenance, clear your energy, blessing. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഹീലിംഗ് ആണ്. അപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാസങ്ങളായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വർഷം വളരെ ആ ഒരു കാര്യത്തിൽ വളരെയധികം സമാധാനമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും. സ്വസ്ഥതയും സമാധാനം. കാരണം അടുത്തിടയ്ക്കൊക്കെ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എപ്പോഴും വയ്യായിക, പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വയ്യായിക വരുന്നുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എപ്പോഴും പനി, ജലദോഷം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും. കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം പൊതുവെ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ഭേദമായിരിക്കും. വലിയ അധിക ചെലവുകളൊക്കെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഈ അടുത്ത കാലത്ത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു വർഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. പൊതുവേ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണ്. അപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ളവർക്ക്, കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരു ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ തുടങ്ങുന്നുണ്ട് മുന്നോട്ടേക്ക് പോകും തോറും ഈ ഒരു വർഷം. അപ്പം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ അധികം പലപ്പോഴും ആയിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള വേറെ പല സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ട് അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ പോലും പുറത്തുനിന്ന് അധികം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വയറ് സംബന്ധിക്കുന്ന രോഗങ്ങളൊക്കെ കുറവായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി കൂടി നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും അത് നടക്കാതെ വരുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് മാറിപ്പോവാം. നിങ്ങൾക്ക് തന്നെ തോന്നും അത് വേണ്ട, എന്തെങ്കിലും ചെറുതായിട്ടൊരു കഞ്ഞിയും പയറും അതുപോലെ ആയാലും മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവിൽ നല്ലൊരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം പൊതുവെ എന്ന് പറയുന്നത്. അതേപോലെ മാനസികമായിട്ട് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇപ്പോൾ ഡിപ്രഷനും ആങ്സൈറ്റിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരും ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മനസ്സമാധാനമുള്ള സമയമായതുകൊണ്ട് പൊതുവേ നല്ലൊരു സമയമാണ്. മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. നെക്സ്റ്റ് എംപവർമെന്റ് എനർജിയാണ്. വളരെ ആത്മവിശ്വാസം കൂടുതൽ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു വർഷം പുതിയ പുതിയ അവസരങ്ങൾ വരുന്ന സമയമായതുകൊണ്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം, സ്വയം നല്ലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ ഈ ഒരു വർഷം പുതിയ ജോലി, പുതിയ എന്തെങ്കിലും കോഴ്സ്, എന്തൊക്കെ മത്സര പരീക്ഷകൾ, എന്തെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പരമാവധി നിങ്ങൾ പുതിയ ജോലി ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ പുതിയ ജോലി തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ. ഇനി അഥവാ നിങ്ങളൊരു ജോലിയിലുണ്ട്, അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറണം, ഹയർ പൊസിഷനിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ, ശമ്പള വർധനവ്, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ അത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിച്ചു, കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ആഗ്രഹമുണ്ട്, കുറേ നാളുകളായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു, കുറേ ശ്രമിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഇനി നടക്കില്ല എന്ന് വിചാരിച്ച് മാറിപ്പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയതൊക്കെ ഇങ്ങോട്ടേക്ക് നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. കാരണം അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തേടി വന്നതാണ്.
അവസരങ്ങൾ. അപ്പോൾ അതേപോലെ സെലിബ്രിറ്റി ലെവലിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സിനിമ സീരിയൽ മേഖലകളിലൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വളരെയധികം ഇന്റർവ്യൂവിനൊക്കെ പോകുന്നു. ഇന്റർവ്യൂ നമ്മൾ ഇപ്പോഴത്തെ സമയമാണ്, അപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ വളരെ വൈറലാവുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ പലപ്പോഴും വലിയ വിജയമായിട്ട് മാറാറുണ്ട്. സിനിമ വിജയമാകുന്നതിനേക്കാൾ ഇന്റർവ്യൂസും വിജയമാകേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഇന്റർവ്യൂ, അതായത് മറ്റുള്ളവരുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് ഉള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. നല്ലൊരു സമയമാണ് ആ ഒരു രീതിയിലും. അതേപോലെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യമാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ഒന്നിലൊരു ഫോക്കസ് ഇല്ല, ഒരു ലക്ഷ്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങളെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അങ്ങനെ ഒരു സാഹചര്യം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോൺസെൻട്രേഷനോ ഫോക്കസ് ഒക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അത് യോഗ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് സൂചിപ്പിക്കുക. അതേപോലെ തന്നെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ ലൈഫിൽ ഏത് കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകണം, എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇനി അനിവാര്യമല്ല, ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, വേണ്ടാത്തത് നിങ്ങൾ കാലങ്ങളായിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും, അത് എന്തെങ്കിലും വസ്ത്രങ്ങളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ആളുകളായിരിക്കാം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സമയം ആണ് ഈ ഒരു വർഷം. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സൗഹൃദം എന്ന പേരിൽ കൂടെ നടക്കുന്ന സുഹൃത്തുക്കളല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്ത ബന്ധുക്കളുണ്ടല്ലോ, അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധമൊക്കെ അതായത് കാണുമ്പോൾ എന്തോ നമസ്കാരം അത്രയും പറഞ്ഞതിന് കൂടുതൽ നിങ്ങളുടെ വിശേഷങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതായിട്ട്, അതായത് നിങ്ങൾ കുറച്ചുകൂടി മാനസികമായിട്ടൊരു പക്വത പുലർത്തുന്ന സമയമാണ്. സസ്റ്റൈനൻസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ മറന്നു പോകാറുണ്ട് പല സാഹചര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ജീവിതം ആസ്വദിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കേൾക്കുകയാണ്. അതായത് മറ്റുള്ളവർ പറയും, അതായത് ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കേൾക്കുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായി നിങ്ങളുടെ ഹോപ്സ് ആൻഡ് വിഷസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടല്ല, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതായത് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നെഗറ്റീവ് എനർജീസ് പലതും നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക, ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക, നാളികേരം ഉടയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റുന്നവർ സന്ദർശിക്കുക. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോവുക. ചുവന്ന ഭഗവാൻ അർപ്പിക്കാൻ പറ്റുന്ന ഏത് ചുവന്ന പൂവായാലും ചുവന്ന പൂവ് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആഗ്രഹ സഫലീകരണത്തിനും അതേപോലെ ഈ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാവുന്നു. അതേപോലെ തന്നെ കരിങ്കാലി മാല നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ആ നെഗറ്റീവ് എനർജീസ് ഒക്കെ ചുറ്റുമുള്ളതെന്ന് മാറാൻ കരിങ്കാലി മാലയെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചന്ദനത്തിരി വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചന്ദനത്തിരി കത്തിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യുന്ന കാര്യം, നമ്മൾ വീട്ടിൽ പുക ഉണ്ടാവുമല്ലോ, ഇപ്പോൾ സാമ്പ്രാണി കത്തിക്കുക, ഇപ്പോൾ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കുളിക്കുമ്പോൾ ഒരു നുള്ള് കടൽ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുന്നത് നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ വളരെ നല്ലൊരു വർഷമാണ്, ഒരു ബ്ലെസ്സിങ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് കുട്ടികളുടെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, പ്രഗ്നൻസി ആവാം. മറ്റു ചിലർക്ക് വീട് മാറുന്ന സ്വന്തമായിട്ട് വീടെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യം പൊതുവിൽ വിദേശത്തേക്കുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ
വലിയ രീതിയിൽ സാധ്യതകൾ കുറവാണ്. പക്ഷെ നിങ്ങൾ ഓൾറെഡി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം ചെയ്ത് വച്ചിട്ടുള്ളവരാണ് എങ്കിൽ ഈ വരുന്ന വർഷത്തിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാവും. പുതിയതായിട്ട് ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകാൻ കാര്യങ്ങൾ റെഡിയാകാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ ഈ ഒരു വർഷം നടക്കാൻ കുറവാണ്. പക്ഷെ ഓൾറെഡി അതിനെക്കുറിച്ച് തീരുമാനിച്ചൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് കാര്യങ്ങൾ റെഡിയാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.